നമസ്കാരം, ശ്രുതിസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി നിധി. പിന്നെ നമ്മൾ ഓവനൊന്നും ഇല്ലാണ്ട് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കാണിക്കുന്നത്. അപ്പം ഞാനിതെൻ്റെ അനിയൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു കേക്കാണ്. അപ്പോൾ അവനും അവൻ്റെ കൂട്ടുകാർക്കാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ കഴിച്ചു നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം തന്നെ ബേക്ക് ചെയ്യാൻ പോണ പാത്രം ഒന്ന് നമുക്ക് ബേക്കിംഗ് പേപ്പറൊക്കെ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ആ പാത്രത്തിൻ്റെ എല്ലായിടത്തുമായിട്ട് ഓയിലൊക്കെ നന്നായിട്ട് പറ്റി കൊടുക്കുക. അപ്പോൾ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഓയിൽ അത്ര അധികം പറ്റണ്ട, കുറേശ്ശെ ഒന്ന് പറ്റി കൊടുത്താൽ മതി. കൂടുതൽ ഓയിലായി കഴിഞ്ഞാൽ അവിടെയൊക്കെ കേക്ക് പിന്നെ ആയി വരുമ്പോൾ നന്നായിട്ട് മുരിഞ്ഞിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ കുറേശ്ശെ ഒന്ന് വയ്ക്കുക. അതിനുശേഷം ഒരു ബേക്കിംഗ് പേപ്പറും കൂടി അടിഭാഗത്തായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ഓയിലും കൂടി ഒന്ന് പറ്റി കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബേക്കിംഗ് പാത്രം ഇവിടെ ആദ്യമേ റെഡിയാക്കി വെക്കുക. പിന്നെ നമുക്ക് ഇതിലേക്കായിട്ടുള്ള മൈദയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ച് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഒരു പാത്രം അരിപ്പൊക്കെ എടുത്ത് വയ്ക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/2 കപ്പും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണും കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ അരിച്ച് വയ്ക്കുക. അപ്പോൾ അരിക്കുമ്പോൾ ഒരു 3 തവണയെങ്കിലും നിങ്ങൾ അരിക്കാൻ നോക്കുക. എന്നാലാണ് ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഈ മൈദയിൽ എല്ലായിടത്തും ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ 3 തവണ ഈ മൈദ നന്നായിട്ട് അരിച്ചിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുക്കുക. വെള്ളം നനവൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് വയ്ക്കുക. ഈ മുട്ടയിലോട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ പഞ്ചസാര പൊടിച്ചിട്ടൊന്നുമില്ല, മുഴുവനായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. കുറച്ചും കൂടി കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. ഈ മുട്ടയ്ക്ക് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്ന വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്നിട്ട് ആ തണുവോട് കൂടിയിട്ടുള്ള മുട്ടയൊന്നും എടുക്കരുത്. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കണം മുട്ടയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ മുട്ടതേ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ആവണ വരെ നമ്മൾ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയ്ക്ക് ഇതുപോലെ പതഞ്ഞ് നല്ല ഫ്ലഫി ആയി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കരുത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഓയിൽ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓയിലൊന്ന് മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ തന്നെ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ മൈദയുടെ കൂട്ട് ഇതിലോട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പയ്യെ മിക്സ് ചെയ്തെടുക്കുക. ഒറ്റയടിക്ക് മുഴുവനായിട്ട് തട്ടരുത്. കുറേശ്ശെ ഒരു 3-4 തവണയായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ വളരെ പതുക്കേനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാട്ടോ ഇതിങ്ങനെ യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഓവനൊന്നും ഇല്ലാണ്ട് ആണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഓവന് പകരം നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് എന്തെങ്കിലും ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു കറിപ്പാത്രം അങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ഒരു പിഞ്ഞാണം വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്യുക. അപ്പോൾ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. ഇങ്ങനെ ഒരു പാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള വലിയൊരു കുക്കർ എടുത്താലും മതി. അപ്പോൾ കേക്ക് മിക്സ് ചെയ്യുന്ന ഈ സമയത്ത് നമുക്ക് പാത്രം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഒരു 8-10 മിനിറ്റ് മുന്നേ തന്നെ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ധൃതി പിടിച്ചിട്ട് വളരെ വേഗത്തിൽ ഇങ്ങനെ കുത്തി ഇളക്കാനൊന്നും നിൽക്കരുത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ എയർ ബബിൾസ് ഒക്കെ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പയ്യെ ഇതൊന്നും ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൈദയൊക്കെ നന്നായിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലോട്ട് ബാറ്റർ ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഇളം ചൂടുള്ള 1 ടേബിൾ സ്പൂൺ പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലോട്ട് അവസാനമായിട്ട് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക. വിനാഗിരി ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നീര് ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി.
ഇനി പയ്യെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഈ പാലും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട്. അപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആയി എന്ന് കാണുമ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓവറായിട്ട് മിക്സ് ആക്കാണ്ടിരിക്കാൻ നോക്കുക. 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ കുക്കിങ്ങിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ആളുകളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ നോക്കുക. അപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു ഫോക്കോ അല്ലെങ്കിൽ ഒരു ബാംബു സ്റ്റിക്ക് അങ്ങനെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് തവണ ഒന്ന് നമ്മൾ ആ നിലത്തൊന്ന് തട്ടിക്കൊടുക്കുക. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ തന്നെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള പാത്രത്തിലോട്ട് ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നല്ല പൊതഞ്ഞ് വന്ന് നമ്മൾ ആ മൈദയൊക്കെ അതിലോട്ട് മിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ പാത്രം പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് നമ്മളിപ്പോൾ ഈ ബേക്ക് ചെയ്യണ ഈ പാത്രം ഇറക്കി വെച്ച് കൊടുത്തത്. ഇനി അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ പാത്രം നന്നായിട്ട് അടഞ്ഞിരിക്കാനായിട്ട് ഒരു ഭാരം അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഇടിക്കല്ലാണ് കയറ്റി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് കേക്ക് നന്നായിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി, കുത്തി നോക്കിയിരുന്നു. അപ്പോൾ ഒട്ടി പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കേക്ക് നന്നായിട്ട് തന്നെയാണ് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും ഫ്ലെയിമിനൊക്കെ അനുസരിച്ചിട്ട് സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു പപ്പടക്കോൽ ഉപയോഗിച്ചിട്ടാണ് കുത്തി നോക്കിയത്. ഇപ്പോൾ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ കേക്ക് നന്നായിട്ട് വെന്തു എന്നർത്ഥം. ഇനി നമുക്കിത് അപ്പം തന്നെ ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പൊക്കെ ഈ സമയം കൊണ്ട് തന്നെ റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാൽ ഷുഗർ സിറപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് വെള്ളം നനവൊന്നും ഇല്ലാത്ത ഒരു പാത്രം ആദ്യം തന്നെ എടുത്ത് വയ്ക്കുക. അപ്പോൾ നമ്മളിന്ന് വിവോൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് ക്രീമായാലും ശരി നിങ്ങൾ ഫ്രീസറിൽ നിന്ന് നേരിട്ടെടുത്ത് അത് അപ്പം തന്നെ ബീറ്റ് ചെയ്യാൻ എടുക്കരുത്. ഫ്രീസറിൽ നിന്ന് ഒന്നില്ലെങ്കിൽ പുറത്തേക്ക് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ ഒന്ന് വെച്ചതിന് ശേഷം ആ കട്ടകളൊക്കെ അലിഞ്ഞതിന് ശേഷം വേണം നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ക്രീം തണവുണ്ടാവും വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേഷൻസ് ഒന്നും അധികം ഇല്ലെങ്കിൽ ഒരു 1 കപ്പ് വിപ്പിംഗ് ക്രീമൊക്കെ എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതും ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം സ്പീഡ് കുറച്ചിട്ട് പിന്നീട് സ്പീഡ് കൂട്ടിയിട്ട് ഇട്ടിട്ട് നല്ല സ്റ്റിഫായി വരുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പാത്രം കമഴ്ത്തി പിടിച്ചാൽ വരെയും ഇത് നിലത്തൊന്നും പോവില്ല. അപ്പോൾ അതുപോലെ ആക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത് വരുന്നവരെ ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ടേൺ ടേബിളൊക്കെ ഇല്ലാത്തവർക്കായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലും ടേൺ ടേബിളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു പാത്രം എടുത്ത് വയ്ക്കുക. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കറങ്ങണം. എവിടെ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്തെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അതൊന്ന് തിരിച്ചു വെക്കുക. നന്നായിട്ട് കറങ്ങണ ഒരു പാത്രം എടുത്ത് അതിൻ്റെ മുകളിലായിട്ടായിട്ട് ഒരു പ്ലേറ്റും കൂടി വെച്ച് കൊടുത്ത് ഒന്ന് ഇതുപോലെ കറങ്ങുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കറങ്ങുന്നുണ്ടെങ്കിൽ ഇത് മതി നമുക്ക് ടേൺ ടേബിളിന് പകരമായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ടേൺ ടേബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഒന്ന് എടുത്തു മാറ്റാം. പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്ത് ബേക്കിംഗ് പേപ്പറൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ ഈ കേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ വീട്ടിലുള്ള ഇതുപോലെ ഒരു സാധാ ഒരു കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് മുറിച്ചെടുക്കുന്നത്. കുറച്ച് നീളത്തിലുള്ള കത്തി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് കൊടുക്കാനൊന്നുമല്ല, വീട്ടിൽ തന്നെ നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാനാണെങ്കിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ നല്ല ടേസ്റ്റിൽ തന്നെ കേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ.
അപ്പോൾ നിങ്ങളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ സാധാ വീട്ടിലുള്ള കത്തിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെറിയ കത്തിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഒരേപോലെ ആയില്ല, ഒരേ ലെവലിലേക്ക് ആയിരിക്കില്ല മുറിച്ചെടുക്കുന്ന ഓരോ ഭാഗം. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് ക്രീം വെച്ചിട്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുപോലെ 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് അത് ആ 3 ലെയറിലും നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു പൈപ്പിംഗ് ബാഗ് എടുക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പൈപ്പിംഗ് ബാഗാണ്. 1 രൂപ പോലും ചിലവില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പൈപ്പിംഗ് ബാഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക. ഈ പൈപ്പിംഗ് ബാഗിലോട്ട് നമുക്ക് ക്രീമൊക്കെ ഒന്ന് നിറച്ച് കൊടുക്കാം. ഈ പൈപ്പിംഗ് ബാഗിന്റെ തുമ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ പ്ലേറ്റ് നമ്മൾ ടേബിളിൽ ഒന്ന് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് വിപ്പ് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. അതിന്റെ മുകളിലോട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലെയർ കേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള പൈപ്പിംഗ് ബാഗില്ലേ അതിൽ ക്രീം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളിത് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നല്ല നീളത്തിലുള്ള ഒരു കത്തി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് എടുത്താലും മതി. അപ്പോൾ സ്കെയിൽ നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് സ്റ്റീലിൻ്റെ സ്കെയിലായിട്ട് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറുള്ളത്. അത് വെച്ചിട്ട് ഇത് നന്നായിട്ട് ലെവലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ലെവലാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്നും ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് അതിൻ്റെ മേലെ അടുത്ത ലെയർ കേക്കും കൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുകയാണ്. 3 ലെയറും അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ 3 ലെയറിലും വെച്ച് കൊടുത്ത ശേഷം കേക്കിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലെ തന്നെ പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ക്രീമൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. നമ്മൾ സ്കെയിലൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ ഫ്രിഡ്ജിലൊന്ന് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്ത് ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ലെവലാക്കി കൊടുക്കും. ഇനി ഞാൻ വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്, അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത ശേഷം അതൊന്ന് ഫ്രീസറിലൊന്ന് വെച്ച് കൊടുത്ത് ഒന്ന് തണുപ്പിച്ച് പെട്ടെന്ന് എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ആ കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പെട്ടെന്ന് അധികം ഒട്ടാണ്ടും പിന്നെ വേഗത്തിൽ തന്നെ അതുമ്മ ഒട്ടിപ്പിടിക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കേക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് കോമ്പൗണ്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കണമെന്നൊന്നുമില്ല. ഇതിന് മുകളിലോട്ടായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. മുകളിലും സൈഡിലൊക്കെ ആയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ എല്ലാ സൈഡിലും വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് കൊടുത്ത് എങ്ങനെയാണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുത്ത ശേഷം ഇത് കുറച്ച് നേരം കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളിത് കഴിച്ചാൽ മാത്രം മതി. എന്നാലാണ് കുറച്ച് തണുത്തേം കഴിയുമ്പോഴൊക്കെയാണ് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ടിഷ്യൂ പേപ്പർ അങ്ങനെ വെച്ച് ഒന്ന് എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് ഭംഗിയാക്കി എടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഡിസൈനൊക്കെ ചെയ്ത് ചെറിയൊക്കെ വെച്ച് ഒന്ന് അലങ്കരിക്കുന്നുണ്ട്. പിന്നെ പുറത്തൊന്നും വാങ്ങാൻ നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പിന്നെ ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിസ്ക് വെച്ചിട്ടായാലും നമുക്ക് കുറച്ച് സമയം ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. വിസ്ക് വെച്ചിട്ടായാലും ക്രീമൊക്കെ മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. വൈറ്റ് ഫോറസ്റ്റ് നിങ്ങൾക്ക് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് വെച്ചാൽ നിങ്ങൾ ഈ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.
അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതായത് നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടും തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ